വണക്കം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ ഭരണം പോവുമെന്ന് പറഞ്ഞ് ആശിച്ച് അങ്ങനെ ആറ്റുനോറ്റിരിക്കുകയാണ് കമ്മിക്കുട്ടന്മാരെല്ലാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സുഡാപ്പികൾക്കും വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഹഫീസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനെടുത്ത് വാർത്തയാക്കിയിരുന്നല്ലോ. കാരണം ഹഫീസ് നടന്ന് ലൂണാർ തേഞ്ഞിട്ടും ഹഫീസിന് കമ്മികൾ നടത്തി കൊടുക്കാത്ത കാര്യം മേയറായിട്ടുള്ള VV രാജേഷ് ഒരൊറ്റ ഫോൺ കോളിൽ ആ ഫയൽ തീർപ്പാക്കി കൊടുത്തു. പക്ഷേ ഹഫീസ് ആ പോസ്റ്റിൻ്റെ താഴെ പറയുന്നൊരു കാര്യമുണ്ട്, എന്തൊക്കെ ചെയ്താലും എൻ്റെ വോട്ട് പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ പോലെയാണ് കമ്മിക്കുട്ടന്മാരുടെ കാര്യം എന്ന് പറയുന്നത്. എന്തൊക്കെ നല്ലത് ചെയ്താലും പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്താലും വോട്ട് പ്രതീക്ഷിക്കേണ്ട, നാറ്റിക്കാൻ കിട്ടുന്ന എല്ലാ സാഹചര്യത്തിലും ഞാൻ നാറ്റിച്ചിരിക്കും എന്നുള്ള രീതിയിലാണ് കമ്മിക്കുട്ടന്മാരുടെ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സത്യപ്രതിജ്ഞയുമായിട്ട് ബന്ധപ്പെട്ട ആ വിവാദം കയറിക്കൊഴുകുന്നത്. സത്യപ്രതിജ്ഞ നമുക്കറിയാം, ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാർ, പ്രത്യേകിച്ച് BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് അവർ വലിയ ആവേശമൊക്കെ കയറി അതിഭീകരമായിട്ട് സത്യപ്രതിജ്ഞയിൽ ആറ്റുകാലമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ശ്രീപത്മനാഭൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ചെട്ടികുളങ്ങര അമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ആര്യൻകുഴി ദേവിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, കൊഞ്ചറവള അമ്മച്ചിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ഷോ ആയിരുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് തന്നെ ഞാനിത് പറഞ്ഞിരുന്നു. അന്ന് എനിക്ക് കുറേ തെറിയും കിട്ടി. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് തെറിയുണ്ടായിരുന്നു. നീ ആരെടാ ഇതൊക്കെ പറയാനെന്ന്. ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. അത് പിന്നെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. കാരണം നിയമപരമായിട്ടുള്ള പരിജ്ഞാനം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഞാൻ വാശി പിടിക്കാത്ത ഒരാളാണ്. കാരണം കോർപ്പറേഷൻ്റെ ആ ഒരു മുനിസിപ്പൽ ആക്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു കോർപ്പറേഷൻ കൗൺസിലർ പോലും ഇങ്ങനെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ, പ്രത്യേകിച്ച് ഒരു ദൈവത്തിൻ്റെ നാമം എടുത്ത് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും, അങ്ങ് ലോക്സഭയിൽ MP-മാർ അടക്കം ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റേതായിട്ടുള്ള റീസൺ ഉണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്തായിരുന്നാലും ഇങ്ങനൊരു സംഭവം വന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് അങ്ങനെ പറഞ്ഞു. ഇന്ന് കോടതി കൃത്യമായിട്ടത് പറഞ്ഞു. കോടതിയും പറഞ്ഞു, ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഇത് കേട്ടോടനെ കമ്മിക്കുട്ടന്മാരെല്ലാം ചാടി എഴുന്നേക്കുന്നു, ആഹാ ഓഹോഹോ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. 20 കൗൺസിലർമാരുടെ പണി ഇപ്പോൾ തെറിക്കുമെന്ന് പറയുന്നു. സുഡാപ്പികൾ വീഡിയോ ഇറക്കുന്നു. കുറേ എണ്ണം ആ ഒരു സമയം നോക്കി വീഡിയോ ഇറക്കി വൈറലാക്കാനുള്ള ശ്രമം നടത്തുന്നു. BJPയുടെ കോർപ്പറേഷൻ ഭരണം ഇതാ താഴെ വീഴാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പോഴും മേയർ VV രാജേഷ് മാധ്യമങ്ങളുടെ മുമ്പിൽ പുട്ടുപോലെ വന്നിരുന്ന് അങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന മറുപടിയൊക്കെ ഭയങ്കര രസമാണ്. മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു ടെൻഷനും ഇല്ലാതെ ചിരിച്ചുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. മാധ്യമങ്ങൾ എത്ര പ്രകോപനപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും മേയർ VV രാജേഷ് തിരിച്ച് 2 ചോദ്യം അങ്ങോട്ടേക്ക് ചോദിക്കുമ്പോൾ യവന്മാരുടെ എല്ലാം കാറ്റൊഴിഞ്ഞു പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ 20 കൗൺസിലർമാരുടെ റദ്ദാക്കിയല്ലോ, ഒന്നും തോന്നുന്നില്ലേ? വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും ഞങ്ങൾ, അതിലിപ്പോൾ എവിടെ സംശയം എന്നാണ് മേയർ VV രാജേഷ് പറഞ്ഞത്. അത് അത്രയേ ഉള്ളൂ. അതായത് 20 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോടതി അവരുടെ സത്യപ്രതിജ്ഞാ ലംഘനം അത് കോടതി കണക്കിലെടുത്ത് അവരെ ആ സത്യപ്രതിജ്ഞ അസാധുവാക്കിയാൽ എന്ത് ചെയ്യും? ഒന്നുമില്ല, ഒന്നുകൂടെ സത്യപ്രതിജ്ഞ ചെയ്യും. അതായത് കോടതി എങ്ങനെ പറയുന്നു ആ ഒരു രീതിയിൽ നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യും. അത് മാത്രമേ അതിനകത്ത് ചെയ്യാനായിട്ടുള്ളൂ. അത് കോടതി ഒരു സമയം അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. അല്ലാതെ ഡെപ്യൂട്ടി സ്പീക്കറുടെ സ്ഥാനം തെറിക്കുമെന്നോ മേയറുടെ സ്ഥാനം തെറിക്കുമെന്നോ അല്ലെങ്കിൽ BJP കോർപ്പറേഷൻ കൗൺസിലർമാരുടെ സ്ഥാനം തെറിക്കുമെന്നോ എന്നും അതിൽ അർത്ഥമില്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ മറ്റേ കാര്യം മനസ്സിലായല്ലോ, അവരൊന്നുകൂടെ ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്താൽ തീരാന്നുള്ള കേസുകൾ. അതിനാണ് ഇവിടെ കിടന്ന സുഡാപ്പികൾ അറുമാദിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇവിടെ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ പ്രിസ്ക്രൈബ്ഡ് ഓത്ത് ഫോം, അങ്ങനൊരു ഓത്ത് ഫോമുണ്ട്. ആ ഫോം പറയുന്നതനുസരിച്ച് കൗൺസിലർമാർക്ക് ഞാൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു, അങ്ങനെ ദൈവനാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിൽ, അയ്യപ്പസ്വാമിയുടെ നാമത്തിൽ, കാവിലമ്മയുടെ നാമത്തിൽ, ഭാരതാംബയുടെ നാമത്തിൽ തുടങ്ങിയ രീതിയിൽ ഓത്ത് മാറ്റാൻ, അതായത് ആ സത്യപ്രതിജ്ഞ മാറ്റാൻ ആ നിയമം അനുവദിക്കുന്നില്ല. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിയമമാണ് ഞാൻ പറയുന്നത്. നിയമത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വീണ്ടും അവരോട് എന്ത് ചെയ്തു? കോടതി പറഞ്ഞു, മക്കളെ നിങ്ങൾ പോയി ഒന്നുകൂടെ ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് തരിക, അതോടുകൂടി ഈ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ എന്ന് മാത്രമല്ല. ഈ കേസ് കൊടുത്ത കിഴങ്ങന്മാരുണ്ടല്ലോ, ഈ കമ്മിക്കുട്ടന്മാർ വിചാരിച്ച് തെറിപ്പിക്കാമെന്ന് വിചാരിച്ചു. അതായത് അവരുടെ ആ ഒരു പൊസിഷൻ, അതായത് കൗൺസിലർമാരെ മുഴുവൻ ഇറക്കിക്കളയാമെന്ന് വിചാരിച്ചു. അവന്മാർക്ക് പിന്നെ പണ്ടേ നിയമത്തിൽ ഒരു നോളജും ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിൻ്റെ അപ്പുറം കാര്യങ്ങളാണ് അവിടെ ചെയ്ത് വയ്ക്കുന്നത്. എന്നിട്ട് അതൊക്കെ മറച്ചു വയ്ക്കുകയും ചെയ്യും. പിന്നെ യവന്മാരുടെ ആൾക്കാരാണ് അതിനകത്ത് മുഴുവൻ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ മറച്ചു വെച്ച കാര്യം തോണ്ടിയെടുക്കാനും ആരും പോവില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ കേസ് കൊടുത്ത കമ്മിക്കുട്ടന്മാർ വിചാരിച്ചു, ഇപ്പോൾ ഇങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യും? ഇതൊരു ഭയങ്കര ഭരണഘടനാ ലംഘനമായിട്ട് കണ്ടുകൊണ്ട് കോടതി ഇവരെ എല്ലാം എടുത്ത് തൊട്ടിക്കളയും എന്നാണ് ഇവർ വിചാരിച്ചു. കോടതി പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് തരും, വേറെ ഒരു പ്രശ്നവും ഇതിനകത്തില്ല എന്ന് കോടതി പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ലവന്മാർക്ക് കിട്ടിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് അതിൻ്റെ സത്യം. ഇനി
ലോക്സഭയിൽ എന്തുകൊണ്ട് പ്രശ്നമില്ല? അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞ കാര്യം, ലോക്സഭയിൽ നമ്മുടെ ആൾക്കാർ പോയിട്ട് ജയ് ശ്രീറാം എന്നൊക്കെ വിളിച്ചിട്ട് നമ്മുടെ ഒവൈസിയൊക്കെ വന്നിട്ട് പലസ്തീൻ കി ജയ് എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് കണ്ട് അവിടെ ഇരുന്ന് നമ്മുടെ BJP എംപിമാർക്കെല്ലാം കൊണ്ടളവി. അവർ വന്നിട്ട് ജയ് ശ്രീരാം, ജയ് ഗുരുവായൂരപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ചില ആൾക്കാർ സത്യപ്രതിജ്ഞ ശ്രീരാമൻ്റെ പേരിൽ ചെയ്തിട്ട് ജയ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചതാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ലോക്സഭ എംപിമാർ ഭരണഘടനയിലെ 3-ാം ഷെഡ്യൂൾ നൽകിയിരിക്കുന്ന ഓത്ത് അഫർമേഷൻ ആണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. IAB ഡു സ്വെയർ ഇൻ ദ നെയിം ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ഐ ഡു സോളംലി അഫേം എന്ന് പറയാൻ അവർക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു എന്ന് പറയുന്നത് നിയമപരമായി ശരിയാണ്. ജയ് ശ്രീറാം, ഭാരത് മാതാ കി ജയ്, ജയ് ഹിന്ദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ചില എംപിമാർ ഓത്ത് കഴിഞ്ഞ് വിളിക്കാറുണ്ട്. അതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ പലവട്ടം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഓത്തിൻ്റെ നിയമസാധുത സാധാരണയായി ചോദ്യം ചെയ്യപ്പെടാറില്ല. കാരണം അവർ ആദ്യം ഭരണഘടന നിർദ്ദേശിച്ച ഓത്ത് ചൊല്ലും. അതിനാൽ ഈ കേസിൽ കോടതി മതവിരുദ്ധമായോ ഹിന്ദു വിരുദ്ധമായോ ഒരു വിധി പറഞ്ഞിട്ടില്ല. കോടതിയുടെ വാദം നിയമം പറഞ്ഞിരിക്കുന്ന ഓത്ത് ടെക്സ്റ്റ് അതേപടി പാലിക്കണം എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് അവർക്കങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യരുത്. അതായത് ആന മുക്കും പോലെ ആട് മുക്കിയ മൂടോടെ പറഞ്ഞു പോകും എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ, അങ്ങനെ ഒരു ചൊല്ലാണ് ഇവിടെ അനിവർത്തമാകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ വേറൊരു പ്രശ്നമില്ല, സത്യപ്രതിജ്ഞ ഒന്ന് മാറ്റി ചെയ്താൽ മതി. ഈ യവന്മാർ പിന്നെ അവിടെ കിടന്ന് ബ്ലാ 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 അടിച്ചുകൊണ്ടേയിരിക്കും. അതിപ്പോൾ ഒരു കാക്ക കറണ്ട് അടിച്ച് ചെത്താൽ യവന്മാർ അങ്ങനെ ബ്ലാ 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 അടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം. വിവരമില്ല, വിദ്യാഭ്യാസമില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ശരി.